പട്ടികജാതി പട്ടികവർഗ സംവരണ ഭേദഗതിക്കെതിരെ നടത്തുന്ന ഭാരത് ബന്ദ് അനിവാര്യമോ? തലമുറകളായി സംവരണം ലഭിച്ചു വരുന്ന കുടുംബങ്ങൾക്ക് ഇനിയും എത്ര തലമുറ സംവരണം നൽകേണ്ടി വരും? അതേസമയം ഒരു സർക്കാർ ജോലിക്കാരൻ പോലും തലമുറകളായിട്ടില്ലാത്ത വലിയൊരു ശതമാനം പട്ടികജാതി പട്ടികവർഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. തലമുറകളായി സംവരണം ലഭിക്കുന്നവർ മിക്കവാറും നഗരങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ്. സംവരണം അർഹതപ്പെട്ടവരായ ഇതുവരെ തലമുറകളായി ഒരു സംവരണവും ലഭിക്കാത്തവർ മിക്കവാറും താരതമ്യേന ആധുനിക സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാതെ വനാതിർത്തികളിലും മറ്റും ജീവിച്ചു വരുന്നതായി കാണാം. അർഹതയുണ്ടെങ്കിലും ഇങ്ങനെ യാതൊരു സംവരണവും ലഭിക്കാത്തവർ നഗരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നവരോട് മത്സര പരീക്ഷകളിൽ വിജയിക്കുക എന്നത് അപ്രായോഗികമല്ലേ? അതിനാൽ ക്രീമി ലെയർ, അതായത് പിന്നോക്കക്കാരിലുള്ള മുന്നോക്ക വിഭാഗങ്ങളെ സംവരണത്തിൽ നിന്നും എതിർക്കുന്നത് എന്തിന്? താങ്കൾക്കും താങ്കളുടെ അഭിപ്രായം പറയാം.